വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ലിങ്ക് മലയാളം. ഇന്ന് രാത്രി OTT റിലീസ് ചെയ്യുന്ന സിനിമകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ഗെറ്റ് സെറ്റ് ബേബി സ്വന്തമാക്കിയത്. ഉണ്ണി മുകുന്ദൻ, നിഖില വിമലാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ഫാമിലി കോമഡി മൂവിയായിരുന്നു. ഇപ്പോൾ ഒടുവിൽ ആമസോൺ പ്രൈം, മനോരമ മാക്സ് ആണ് ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമ സർപ്രൈസ് ആയിട്ടായിരിക്കും OTTയിൽ വരുന്നത്. എക്സ്പയറി ഡേറ്റ് നോക്കിയാൽ ഏപ്രിൽ മാസം 25-ന് മുന്നേ ഗെറ്റ് സെറ്റ് ബേബി ആമസോൺ പ്രൈമിൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ഡൊമിനിക്. പെട്ടെന്ന് തന്നെ സിനിമ വാഷ് ഔട്ടായി. മമ്മൂട്ടിയാണ് സിനിമയിലെ നായകൻ. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് ആമസോൺ പ്രൈമാണ്. ഈസ്റ്റർ ദിനത്തിൽ ആമസോൺ പ്രൈമിൽ ഡൊമിനിക് സിനിമ OTT റിലീസ് ചെയ്തേക്കുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മനോരമ മാക്സ് ആണ് ഹണ്ട് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ റിലീസ് തീയതി വ്യക്തമല്ല. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ഭാവനയാണ് ഹണ്ട് സിനിമയിലെ നായിക. ഹണ്ട് ഒരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്. നല്ല പ്രതികരണമാണ് ഹണ്ട് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഹണ്ട് കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ്. സിനിമ ഏപ്രിൽ മാസം 25-ന് മുന്നേ മനോരമ മാക്സിൽ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അവസാനത്തെ അപ്ഡേറ്റ് ദാവീദ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദാവീദ് ഒരു ആക്ഷൻ മൂവിയാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. ആന്റണി വർഗീസാണ് ദാവീദ് സിനിമയിലെ നായകൻ. നല്ല അഭിപ്രായമാണ് ദാവീദ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. നല്ലൊരു ഇടിപടമാണ് ദാവീദ്. C5 ആണ് ദാവീദ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഏപ്രിൽ മാസം 18-നാണ് ഒഫീഷ്യൽ OTT റിലീസ്. അതായത് ഇന്ന് രാത്രി 12 മണിക്ക് ദാവീദ് സിനിമ C5-ൽ റിലീസാക്കും. ഈ മാസം ഇനിയും ഒരുപാട് സിനിമകൾ OTT റിലീസ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവികൾ ഏതൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.